ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മൈക്രോബയോളജിയിൽ തന്നെ വരുന്നുള്ള തെർമൽ ഡെത്ത് ടൈമും അതുപോലെ തന്നെ തെർമൽ ഡെത്ത് പോയിന്റും. എന്തൊക്കെയാണ് തെർമൽ ഡെത്ത് ടൈമും തെർമൽ ഡെത്ത് പോയിന്റും? ഇത് രണ്ടും നമുക്ക് മാറിപ്പോകാൻ സാധ്യതയുള്ള ഒരു ടേമാണ്. ഇവിടെ നമ്മളോട് എന്താ പറയുന്നത്? തെർമൽ ഡെത്ത് ടൈം എന്നാണ് പറയുന്നത് അല്ലേ? എന്താണ് തെർമൽ ഡെത്ത് ടൈം? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്താ മെഷർ ചെയ്യുന്നത്? ടൈമാണ് മെഷർ ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിലോ തെർമൽ ഡെത്ത് പോയിന്റ് ആണ്. ഇവിടെ എന്താണ്? തെർമൽ ഡെത്ത് പോയിന്റ് ആണ്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. തെർമൽ ഡെത്ത് ടൈമും ഇത് തെർമൽ ഡെത്ത് പോയിന്റും. തെർമൽ ഡെത്ത് ടൈമിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ടൈം. ഓക്കെ, തെർമൽ ഡെത്ത് ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? ടൈമാണ്. ഹൗ ലോങ് ഇറ്റ് ടേക്സ് ടു കിൽ എ സ്പെസിഫിക് ബാക്ടീരിയം അറ്റ് സ്പെസിഫിക് ടെമ്പറേച്ചർ. നമ്മളൊരു സ്പെസിഫിക് ടെമ്പറേച്ചറിനകത്ത് എത്ര ടൈം എടുത്തിട്ടാണ് ഒരു പർട്ടിക്കുലർ ബാക്ടീരിയനെ നമുക്ക് അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിനെ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റുന്നത്? അതാണ് എന്തെന്ന് പറയുന്നത്? തെർമൽ ഡെത്ത് ടൈമിൽ പറയുന്നത് എന്താണ്? സ്പെസിഫിക് ടെമ്പറേച്ചർ that takes to kill one bacteria. The time that takes to kill one bacteria at particular specific temperature. ഒന്നുകൂടെ ഞാൻ പറയാം, ഡെഫിനിഷൻ കണ്ടവർ നോട്ട് ചെയ്ത് വെച്ചോളൂ. തെർമൽ ഡെത്ത് ടൈം ഈസ് ഹൗ ലോങ് ഇറ്റ് ടേക്സ് ടു കിൽ എ സ്പെസിഫിക് ബാക്ടീരിയം അറ്റ് എ സ്പെസിഫിക് ടെമ്പറേച്ചർ. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത്? ടൈമാണ് മെഷർ ചെയ്യുന്നത്. എന്തിന്? ഒരു പർട്ടിക്കുലർ ബാക്ടീരിയനെ നമ്മൾ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു ബാക്ടീരിയനെ നമ്മൾ കില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തെർമൽ ഡെത്ത് ടൈം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിനകത്ത് നമ്മുടെ ബാക്ടീരിയ നമ്മൾ കില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ള ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? തെർമൽ ഡെത്ത് ടൈം എന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളത്. പിന്നെ നമ്മൾ തെർമൽ ഡെത്ത് ടൈമിന്റെ കേസിൽ ഒരു ഗ്രാഫ് പഠിക്കാനുണ്ട് കേട്ടോ. ഗ്രാഫ് പഠിക്കാന്ന് പറയുമ്പോൾ അതിന്റെ എക്സ് ആക്സിസിനകത്ത് നമ്മൾ എന്താണ്? ടെമ്പറേച്ചറും ഇവിടെ ലോഗ് ഡി റേറ്റും വെച്ചിട്ട് ഈ ടൈം നമ്മൾ മിനിറ്റിലാണ് അധികമായിട്ടും ഉണ്ടാവുക. ഈ ടൈം എന്ന് പറയുന്നത് നമ്മൾ മിനിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുക. ഈ ഗ്രാഫ് ചിലപ്പോൾ ഈ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കാം. ഇതിനാണ് നമ്മൾ TDT കർവ് എന്ന് പറയാം. അപ്പോൾ TDT എന്ന് മനസ്സിലായാലും തെർമൽ ഡെത്ത് ടൈം. ഒരു പർട്ടിക്കുലർ ബാക്ടീരിയനെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വെച്ച് കില്ല് ചെയ്യാൻ വേണ്ടി എത്ര ടൈം വേണം, അതിനാണ് നമ്മൾ തെർമൽ ഡെത്ത് ടൈം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ തെർമൽ ഡെത്ത് പോയിന്റിലോട്ട് പോകാം. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ലോവസ്റ്റ് ടെമ്പറേച്ചർ ആണ്. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ that takes to kill bacteria in 10 minutes. മനസ്സിലായ വ്യത്യാസം? ഇവിടെ 10 മിനിറ്റ്സ് ടൈം തന്നിട്ടുണ്ട്. അങ്ങനെ ടൈം തന്നിട്ട് എത്ര ടെമ്പറേച്ചർ വെച്ചിട്ടാണ് ലോവസ്റ്റ് ടെമ്പറേച്ചർ at which the microbial suspension killed in 10 minutes. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ബാക്ടീരിയനെ കില്ല് ചെയ്യണമെങ്കിൽ എത്രയാണ് നമ്മൾ ലോവസ്റ്റ് ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നത്? അതാണ് തെർമൽ ഡെത്ത് പോയിന്റ്. ഏകദേശം സിമിലർ ആണ്. ഇവിടെ നമ്മളൊരു ടൈം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എത്ര ടൈം വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓൾറെഡി ടൈം തന്നിട്ടുണ്ട് 10 മിനിറ്റ്. അപ്പൊ ഏത് ലോവസ്റ്റ് ടെമ്പറേച്ചർ വെച്ചിട്ട് നമ്മൾ ഇതിനെ കില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ള ആ ഒരു ടെമ്പറേച്ചറാണ് ഇതെന്നാണ് പറയുന്നത്. ഇനി നമുക്കറിയാം, നമ്മൾ ഗ്രോത്ത് റിക്വയർമെന്റ്സിലൊക്കെ പഠിച്ചു എന്താണ്? സൈക്രോഫൈൽസ് ഉണ്ട്, അതുപോലെ തന്നെ തെർമോഫൈൽസ് ഉണ്ട്, മീസോഫൈൽസ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ടായിരുന്നു ബാക്ടീരിയസിന്റെ ഓർഗാനിസത്തിന്റെ ഒക്കെ അല്ലെ. അപ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെർമോഫൈൽസിനൊക്കെ ഈ തെർമൽ ഡെത്ത് ടൈം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അല്ലെ. അവർക്ക് എന്താണ്? ഹൈ ടെമ്പറേച്ചർ ഒക്കെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ തെർമൽ ഡെത്ത് പോയിന്റും തെർമൽ ഡെത്ത് ടൈം ഒക്കെ ഇതിന് ലോങ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇതിന് വാല്യൂ കൂടുതലായിരിക്കും. കാരണം ഇതിന് ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഓർഗാനിസത്തിന്റെ ഒക്കെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, ടെമ്പറേച്ചർ വാല്യൂ കൂടുതലായിരിക്കും. ഇവിടെയൊക്കെ കുറവായിരിക്കും അല്ലെ. ചെറിയ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ തെർമൽ ഡെത്ത് ടൈമിന്റെ കേസിൽ നിങ്ങൾ ആ ഗ്രാഫ് കൂടി ഓർത്തു വെക്കുക. ഗ്രാഫിനകത്ത് ഇവിടെ ടെമ്പറേച്ചറും ഇവിടെ ലോഗ് ഡി വാല്യൂ ആണ് വരിക. അത് മാത്രം ഓർത്തു വെച്ചാൽ മതി. അപ്പൊ തെർമൽ ഡെത്ത് ടൈമും തെർമൽ ഡെത്ത് ടെമ്പറേച്ചർ പോയിന്റ് അത് തമ്മിൽ മാറിപ്പോകരുത്. ആ ഒരു ടേമാണ് കേട്ടോ. ആ ടേമിന്റെ കറക്റ്റ് ആ മീനിങ് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഇത് മനസ്സിലായത് നമ്മൾ ഇനി അടുത്ത നമ്മുടെ സിലബസിൽ എന്താ പറയുന്നത്? ഡി വാല്യൂ. എന്താണ് ഡി വാല്യൂ? ഈ ഡി വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫുൾ ഫോം പറയുകയാണെങ്കിൽ ഡെസിമൽ റിഡക്ഷൻ ടൈം എന്ന് പറയും. ഡെസിമൽ റിഡക്ഷൻ ടൈം എന്ന് പറയും. അപ്പൊ ഡി വാല്യൂ എന്നാണ് ഡെസിമൽ റിഡക്ഷൻ ടൈം എന്ന് പറയും. ഇതും നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന്റെ നമ്മുടെ ഒരു പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസത്തിന്റെ ഹീറ്റ് റെസിസ്റ്റൻസിന്റെ ഒരു മെഷർ ആണ് ഏത്? ഡി വാല്യൂ എന്ന് പറയുന്നത്. ഡി വാല്യൂ എന്താണ്?
ഹീറ്റ് റെസിസ്റ്റൻസിന്റെ മെഷറാണ്. ഒരു തന്നിരിക്കുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ ഹീറ്റ് റെസിസ്റ്റൻസിന്റെ മെഷറാണ് ഈ ഡി വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ടൈം ഇൻ മിനിറ്റ്സ്. ഇവിടെ നമ്മൾ ഡി വാല്യൂ എന്തിലാണ് ഉണ്ടാവുക? ഇൻ മിനിറ്റ്സിലാണ് ഉണ്ടാവുക. ടൈം ഇൻ മിനിറ്റ്സ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഇവിടെ ഗിവൺ ടെമ്പറേച്ചർ ഉണ്ട്. റിക്വയർഡ് എന്താണ് ഇവിടെ എന്താണ് ഡി വാല്യൂ എന്ന് വെച്ചാൽ ശരിക്കും ടൈം വാല്യൂ ആണ് കേട്ടോ. ടൈം ഇൻ മിനിറ്റ്സ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ടു കിൽ എത്രയാണ്? 90% ഓഫ് ദ പോപ്പുലേഷൻ. 90% ഓഫ് ദ മൈക്രോബിയൽ പോപ്പുലേഷൻ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന മൈക്രോബിയൽ പോപ്പുലേഷന്റെ 90% കിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഗിവൺ ടെമ്പറേച്ചറിനകത്ത് എത്ര ടൈം എടുക്കുന്നു അതിനാണ് നമ്മൾ എന്താ പറയാ? ഡി വാല്യൂ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ 60°C ഒരു മൈക്രോബിയലിന് ഹീറ്റ് ചെയ്യണം. അത് 1 മിനിറ്റിനകത്ത് തന്നെ അതിന് 90% നമുക്ക് കിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്? അപ്പൊ അതിനകത്ത് എന്താണ്? ഈ ഡി വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? 1 മിനിറ്റ് ആണ്. എന്താണ്? തെർമൽ ഡെത്ത് ടൈം മനസ്സിലായി, തെർമൽ ഡെത്ത് പോയിന്റ് മനസ്സിലായി. ഈ ഡി വാല്യൂ എന്ന് വെച്ചാൽ ഡെസിമൽ റിഡക്ഷൻ ടൈം ആണ്. അതായത് നമ്മൾ ഹീറ്റ് റെസിസ്റ്റൻസ് തന്നെയാണ് മെഷർ ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ഇൻ മിനിറ്റ്സിലാണ് ഇതിന്റെ വാല്യൂ വരിക. അതായത് ഇപ്പോൾ ചില സമയത്ത് ഉത്തരം 1 മിനിറ്റ് ആയിരിക്കും. 1 മിനിറ്റ് അറ്റ് 60°C ആയിരിക്കും. അതായത് ഒരു ഗിവൺ ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ഗിവൺ ടെമ്പറേച്ചറിനകത്ത് നമ്മുടെ ബാക്ടീരിയനെ കിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ടൈം എടുക്കുന്നു അതാണ് നമ്മൾ എന്തെന്ന് ഡി വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡി വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ടി ബൈ ലോഗ് NO/N. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്താണ്? ഡി ഈസ് ഈക്വൽ ടു ഡി വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ഈസ് ഈക്വൽ ടു ടി ബൈ ലോഗ് N0/N. ഇത് N0 ആണ്. N0/N. അപ്പൊ ലോഗ് N0 എന്ന് വെച്ചാൽ ഇനീഷ്യൽ മൈക്രോബിയൽ പോപ്പുലേഷൻ. നമ്മൾ ഫസ്റ്റ് വെക്കുന്നുള്ള ആ ഇനീഷ്യൽ മൈക്രോബിയൽ പോപ്പുലേഷൻ അതാണ് N0 വെക്കുന്നത്. N എന്ന് വെച്ചാൽ എന്താണ്? ഫൈനൽ മൈക്രോബിയൽ പോപ്പുലേഷൻ. ടി എന്താണ്? ടൈം. ടി എന്താണ്? ടൈം. ടി ടൈം. അപ്പോൾ മനസ്സിലായല്ലോ? ഡി ഈസ് ഈക്വൽ ടു ടി ലോഗ് N0/N ആണ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. N0 ഇനീഷ്യൽ മൈക്രോബിയൽ പോപ്പുലേഷൻ ആണ്. N ഫൈനൽ മൈക്രോബിയൽ പോപ്പുലേഷൻ ആണ്. ടൈം മിനിറ്റ്സിലാണ്. അപ്പോൾ ഇതാണ് ഡി വാല്യൂ. അപ്പോൾ ടി ഡി ടി തെർമൽ ഡെത്ത് ടെമ്പറേച്ചർ തെർമൽ ഡെത്ത് ടൈമും തെർമൽ ഡെത്ത് പോയിന്റ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡി വാല്യൂ കൂടി പഠിച്ചു. ഇനി അത് കഴിഞ്ഞാൽ നമ്മുടെ സിലബസിനകത്ത് ഡി വാല്യൂ കഴിഞ്ഞിട്ട് എന്താ കൊടുത്തിട്ടുള്ളത്? ഡി വാല്യൂ കഴിഞ്ഞിട്ട് സെഡ് വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? സെഡ് വാല്യൂ. ഈ സെഡ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് റിഫ്ലക്ട്സ് ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദ റിയാക്ഷൻ. എന്താണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദ റിയാക്ഷൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദ റിയാക്ഷൻ. അപ്പോൾ ഡി വാല്യൂ മാറുന്ന പോലത്തെ ഡെസിമൽ റിഡക്ഷൻ ടൈം ആണ്. സെഡ് വാല്യൂ റിഫ്ലക്ട്സ് ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദ റിയാക്ഷൻ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡി വാല്യൂ നമുക്ക് കിട്ടിയ ഡി വാല്യൂ ഉണ്ടല്ലോ അതിനെ നമ്മൾ ബൈ ഫാക്ടർ ഓഫ് 10 ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യണം. ബൈ ഫാക്ടർ ഓഫ് 10 ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യണം. എന്താണ് നമ്മൾ പറഞ്ഞത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടെമ്പറേച്ചർ റിക്വയർഡ് ടു ചേഞ്ച് ഡി വാല്യൂ ബൈ ഫാക്ടർ ഓഫ് 10. അപ്പോൾ എന്താണ്? ഇവിടെ സെഡ് വാല്യൂ ഒരു ടെമ്പറേച്ചറിന്റെ മെഷർ തന്നെയാണ്. അപ്പോൾ സെഡ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ റിക്വയർഡ് ടു ചേഞ്ച് ഡി വാല്യൂ ബൈ ഫാക്ടർ ഓഫ് 10. അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? സെഡ് വാല്യൂ എന്ന് പറയാ. അതായത് ഈ ഡി വാല്യൂനെ നമ്മൾ 10 ഫോൾഡ് ആക്കി മാറ്റണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സെഡ് വാല്യൂ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ആണ് കേട്ടോ. ടെമ്പറേച്ചർ വാല്യൂ ആണ്. ടെമ്പറേച്ചർ വാല്യൂ റിക്വയർ ടു ചേഞ്ച് ദ ഡി വാല്യൂ ബൈ ഫാക്ടർ ഓഫ് 10. അപ്പോൾ നമ്മൾ സെഡ് വാല്യൂ ടൈം ആയിരുന്നു. ഡി വാല്യൂ എന്താണ്? ടെമ്പറേച്ചർ വാല്യൂ റിക്വയർഡ് ടു ചേഞ്ച് ദിസ് വൺ ബൈ ഫാക്ടർ ഓഫ് 10. ഡി വാല്യൂവിനെ ബൈ ഫാക്ടർ 10 ആക്കി മാറ്റാനുള്ള ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെഡ് വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായാലും എന്താണ് ഡി വാല്യൂ, എന്താണ് സെഡ് വാല്യൂ, എന്താണ് ടി ഡി ടി, എന്താണ് തെർമൽ ഡെത്ത് പോയിന്റ് എന്ന്. അപ്പോൾ ഇത്രയാണ് ആ ഒരു ടോപ്പിക്കിൽ ബാക്കിയുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പെരിഷബിലിറ്റിന്റെ ബേസിസിൽ നമ്മുടെ ഫുഡിനൊന്നും എന്താണ് ക്ലാസിഫൈ ചെയ്യാം. അതുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൽ തന്നെ തീർക്കാം. ഓക്കെ, പെരിഷബിലിറ്റിന്റെ കേസിൽ നമ്മുടെ ഫുഡിനെ 3 ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോൺ പെരിഷബിൾ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നോൺ പെരിഷബിൾ, പെരിഷബിൾ, അതുപോലെ തന്നെ സെമി പെരിഷബിൾ. എന്താണ്? നോൺ പെരിഷബിൾ, പെരിഷബിൾ, അതുപോലെ തന്നെ സെമി പെരിഷബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്തിന്റെ കേസിൽ? ഈ പെരിഷബിലിറ്റിയുടെ കേസിൽ. മനസ്സിലായല്ലോ? പെരിഷബിലിറ്റി എന്താണെന്ന് അറിയോ? അവിടെ വെച്ച് നമുക്ക് തുടങ്ങാം. നമ്മൾ പെരിഷബിലിറ്റിന്റെ കേസിൽ പറയുമ്പോൾ നമുക്കറിയാം ചില ഫുഡ്സിന്റെ ഷെൽഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ, അല്ലെ ഷെൽഫ് ലൈഫ്
കാണുന്നില്ലേ, ഷെൽഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ ചില ഫുഡ്സിന് നല്ല ഷെൽഫ് ലൈഫ് ഉണ്ട്. ഷെൽഫ് ലൈഫ് എന്ന് വെച്ചാൽ എന്താണ്, അത് ഒരുപാട് കാലം നിൽക്കും അല്ലേ. ഇപ്പം നമ്മൾ മിൽക്കൊക്കെ എടുക്കുകയാണെങ്കിൽ മിൽക്കൊക്കെ എത്ര ദിവസം നിൽക്കുള്ളൂ, ഒരു ദിവസം മാത്രമേ നമ്മൾ റെഫ്രിജറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചാൽ മാത്രമേ നിൽക്കുള്ളൂ. അപ്പോൾ അതിനകത്ത് എന്താണ്, അതിന് ഷെൽഫ് ലൈഫ് കുറവാണ്. ചിലതിനാണെങ്കിലോ ഷെൽഫ് ലൈഫ് കൂടുതലാണ്. അപ്പോൾ ഓരോ ഫുഡിൻ്റെയും ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. ഷെൽഫ് ലൈഫിൻ്റെ മീനിങ് അറിയാത്തതൊന്നും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ പെരിഷബിലിറ്റി, ഞാൻ പറഞ്ഞില്ലേ പെരിഷബിലിറ്റിന്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. ഈ പെരിഷബിലിറ്റി റെഫേഴ്സ് ടു ദ ക്വിക്നെസ് വിത്ത് വിച്ച് ഫുഡ് ഗെറ്റ്സ് സ്പോയിൽഡ് എന്നാണ്. എത്ര ഫാസ്റ്റിൽ, ക്വിക്നെസ് വിത്ത് വിച്ച് ഫുഡ് സ്പോയിൽസ്, നമ്മുടെ ഫുഡ് എത്ര സമയത്തിനുള്ളിൽ സ്പോയിൽ ചെയ്യുന്നു, അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ, പെരിഷബിലിറ്റി എന്ന് പറയാം. ഒന്നുകിൽ പറയാം അതിന്റെ ഷെൽഫ് ലൈഫ് ആണെന്ന് പറയാം. ക്വിക്നെസ് വിത്ത് വിച്ച് ഫുഡ് സ്പോയിൽസ്, അപ്പോൾ എത്രത്തോളം ഫാസ്റ്റിലാണ് നമ്മുടെ ഫുഡ് സ്പോയിൽ ചെയ്യുന്നുള്ളത് എന്നതാണ് ഈ പെരിഷബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോൺ പെരിഷബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, അവർ സ്പോയിൽ ചെയ്യുന്നില്ല, അതിനാണ് നമ്മൾ നോൺ പെരിഷബിൾ കൊണ്ട് ഉദ്ദേശിച്ചത്. സെമി പെരിഷബിൾ എന്ന് പറയുമ്പോൾ കുറച്ച് ടൈമിൽ, ഇത് നോൺ പെരിഷബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇയേഴ്സ് ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഫുഡ്, നമുക്ക് നമ്മുടെ റൈസ്, വീറ്റ് പോലുള്ള ഫുഡില്ലേ, അതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയാം, നോൺ പെരിഷബിൾ എന്ന് പറയാം. സെമി പെരിഷബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചില ഐറ്റംസ് ഇല്ലേ, ലൈക്ക് ഒനിയൻ പോലുള്ള വെജിറ്റബിൾസ് ഒക്കെ സെമി പെരിഷബിൾ ആയിരിക്കും. അതായത് ഒരുപാട് കാലം പറ്റില്ല, ഇയേഴ്സ് ഒക്കെ പറ്റില്ല, പക്ഷെ മാംസമൊക്കെ വരും. പെരിഷബിൾ ആണെങ്കിലും ഞാൻ ഇപ്പോൾ പറഞ്ഞു മിൽക്ക്, അതുപോലെ തന്നെ നമ്മുടെ മീറ്റ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്, പെരിഷബിളിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതാണ് 3 ക്ലാസിഫിക്കേഷൻ. അപ്പോൾ പെരിഷബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ക്വിക്നെസ് വിത്ത് വിച്ച് ദ ഫുഡ് സ്പോയിൽസ്, അതിനാണ് നമ്മൾ പെരിഷബിലിറ്റി എന്ന് പറഞ്ഞാൽ. ആ പെരിഷബിലിറ്റിന്റെ ബേസിൽ നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ എടുത്തു, നോൺ പെരിഷബിളും പെരിഷബിളും അതുപോലെ തന്നെ സെമി പെരിഷബിളും. ഈ നോൺ പെരിഷബിളിന് നമുക്ക് എന്ത് പറയാം, ഇവർ അത്ര പെട്ടെന്നൊന്നും എന്താണ് സ്പോയിൽ ആവില്ല. അതിനകത്ത് എന്താണ്, അവർ റിലേറ്റീവ്ലി എന്താണ്, സ്റ്റേബിൾ ആണ്, അവർ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ഷുഗർ വരും, റൈസ് വരും, വീറ്റ് വരും, പൾസസ്, ഇതൊക്കെ നമ്മൾ ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അല്ലേ. അൺലെസ് നമ്മൾ അതൊക്കെ കൊണ്ടുപോയി വെള്ളത്തിലൊന്നും ഇട്ട് വെക്കരുത്, അല്ലാണ്ട് നമ്മൾ പ്രോപ്പർ നമ്മൾ സ്റ്റോർ ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കത് ഒരുപാട് വർഷത്തേക്ക് അത് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ റെഫ്രിജറേഷൻ പോലുള്ള മെത്തേഡൊന്നും നമ്മൾ നോക്കണ്ട. അതായത് ഭദ്രമായിട്ടൊരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ അതൊക്കെ അവർ എന്താണ്, അവരുടെ ഷെൽഫ് ലൈഫ് അത്രത്തോളം ഉണ്ട്, അവർ തന്നെ ഒരു പ്രശ്നം അവർക്ക് സ്പോയിൽ ചെയ്തൊന്നും വരില്ല. എന്നാൽ സെമി പെരിഷബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതായത് കുറച്ച് കെയർ കൊടുക്കുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് നമ്മളൊരു കണ്ടെയ്നറിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അവർ കുറച്ച് കാലം നിൽക്കും. അതിനാണ് നമ്മൾ സെമി പെരിഷബിൾ എന്ന് പറയാം. ഇവർക്കാണെങ്കിൽ കുറച്ച് ദിവസം നിൽക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് എന്താണ്, നമ്മുടെ പ്രിസർവേഷൻ മെത്തേഡ്സ് ആവശ്യമാണ്. അതായത് നമ്മളിപ്പോൾ റെഫ്രിജറേറ്റ് ചെയ്യുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ളതാണ് ഈ പെരിഷബിൾ ഫുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പെരിഷബിൾ ഫുഡ്സിലോട്ട് പോകാം. ഇവയ്ക്ക് ഒന്നെങ്കിൽ 1 to 2 ഡേയ്സ് അല്ലെങ്കിൽ ഫ്യൂ അവേഴ്സ്, അത്ര മാത്രമേ ഇവർക്ക് ഷെൽഫ് ലൈഫ് ഉള്ളൂ. നമ്മുടെ മീറ്റ്, മിൽക്ക്, ചില ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ്, അതുപോലെ തന്നെ നമ്മുടെ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതൊക്കെ എന്താണ് 1 to 1 days അല്ലെ, അല്ലെങ്കിൽ 1 to 2 days അല്ലെങ്കിൽ ഫ്യൂ അവേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം. നമ്മുടെ പോൾട്രി ഐറ്റംസ്, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്, പെരിഷബിൾ ഫുഡ്സിനകത്ത് വരുന്നതാണ്. അത് പെട്ടെന്ന് മോശമായി പോകുന്നതാ. ഇവർ നമ്മൾ എങ്ങനെ വെക്കണം, റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കണം അല്ലെ, റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ കുക്കഡ് ഫുഡൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ ചൂടാക്കി വെക്കണം, എങ്കിൽ മാത്രമേ നമുക്കതിനെ എന്താണ്, അതിൻ്റെ ഷെൽഫ് ലൈഫ് നമുക്ക് കൂട്ടാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ പെരിഷബിൾ ഫുഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രോട്ടീൻ കണ്ടന്റും അതുപോലെ തന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റൊക്കെ കൂടുതലുള്ള ഫുഡാണ് കോമൺ ആയിട്ട് ഇതിൽ വരുന്നത്, പെരിഷബിൾ ആയിട്ട് വരുന്നത്. പിന്നെ സ്പെഷ്യൽ മെത്തേഡ്സ് നമ്മൾ അതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ ഇതിൻ്റെ സ്പോയിലേജ് ഉണ്ടല്ലോ, അത് ടെമ്പറേച്ചറിന്, അതായത് ചുറ്റുപാട് ഉള്ള ടെമ്പറേച്ചറിന്. ഇപ്പോൾ വിന്റർ സീസണൊക്കെ ആണെങ്കിൽ കറികളൊന്നും പെട്ടെന്ന് മോശമായി പോകാറില്ല അല്ലേ. ഇപ്പോൾ നമ്മുടെ മിൽക്കായാലും വിന്റർ സീസണിൽ അത്ര പെട്ടെന്ന് മോശമായി പോകില്ല. എന്നാൽ അതിൽ നല്ല ചൂടുള്ള കാലമാണെങ്കിൽ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് മോശമായി പോകും. അപ്പോൾ അതാണ് ടെമ്പറേച്ചറിന് ഹ്യൂമിഡിറ്റിനെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ സ്പോയിലേജ് ഇരിക്കുന്നത്. അതാണ് നമുക്ക് പെരിഷബിൾ ഫുഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ പെരിഷബിൾ ഫുഡ്സിന്റെ സ്റ്റോറേജിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ടല്ലോ, നമ്മുടെ ചിക്കൻ, മീറ്റ് പോലുള്ള ഫുഡ്സ്, ആ ഫുഡ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രോസൺ അല്ലെ, നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്തിട്ടാണ് ഫ്രോസൺ -60°C നമ്മൾ വെക്കേണ്ടത്, ഏത് നമ്മുടെ ഫ്ലഷിനൊക്കെ. പിന്നെ എഗ്ഗൊക്കെ ആണെങ്കിൽ ഒരു കൂൾ പ്ലേസിൽ വെക്കുക, അല്ലെങ്കിൽ ഒരു എയറി റൂമിലൊക്കെയാണ് നമ്മൾ എഗ്ഗിനെ വെക്കേണ്ടത്. മിൽക്ക് ആണെങ്കിൽ നമ്മൾ ബോയിൽ ചെയ്തിട്ട് വേണം എപ്പോഴും വെക്കാൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നമ്മൾ ഫുഡ് സേഫ്റ്റിക്ക് വേണ്ടിയാണ്, ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമാണ് പഠിക്കുന്നത്. അപ്പോൾ ഓരോ ഫുഡ് ഐറ്റത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. ഫ്ലഷ് ഞാൻ പറഞ്ഞത് ഓർത്തല്ലോ, -60°C നമ്മളിപ്പോഴും റെഫ്രിജറേറ്റ് വെക്കുക.
എഗ് ആണെങ്കിൽ ഒരു കൂൾ പ്ലേസിൽ വെക്കുക, അല്ലെങ്കിൽ ഒരു എയറി ടെമ്പറേച്ചറുള്ള ഒരു എയറി ആയിട്ടുള്ള ഒരു റൂമിൽ വെക്കുക. ഇനി നമ്മുടെ മിൽക്ക് ആണെങ്കിൽ എപ്പോഴും ബോയിൽ ചെയ്തിട്ട് വെക്കാം. നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പറയാം, ബോയിൽ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 6 to 12 വരെ, നമ്മൾ രാവിലെ ബോയിൽ ചെയ്ത് വെച്ചാൽ ഉച്ച വരെ വൈകുന്നേരം വരെ മോശമാവാണ്ടിരിക്കൂലേ, അല്ലെങ്കിൽ നമ്മളതിനെ റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ വെജിറ്റബിളിൻ്റെ ഫ്രൂട്ട്സിനൊക്കെ കാര്യമാണെങ്കിൽ അത് ഏത് ടൈപ്പ് വെജിറ്റബിൾ ആണ് എന്നതിനനുസരിച്ചിരിക്കും. ഇപ്പം നമ്മൾ ബനാന, പപ്പായ, പൈനാപ്പിൾ ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതിനൊരിക്കലും നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കാൻ പാടില്ല. കാരണം അതിൻ്റെ ഫ്ലേവറും അതിൽ ചില മാറ്റങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ബനാന, പപ്പായ, പൈനാപ്പിൾ പോലുള്ള ഫ്രൂട്ട്സൊന്നും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കാൻ പാടില്ല. പിന്നെ ലീഫി വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ കവർ ചെയ്തിട്ടൊക്കെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ, അല്ലെ, നല്ല നനവുള്ള ഒരു ക്ലോത്ത് ഒക്കെ വെച്ച് നമ്മൾ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ലീഫി വെജിറ്റബിൾസ് ഒക്കെ, ഇതൊക്കെ പെരിഷബിൾ ആണ്, ലീഫി വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. പിന്നെ എന്ന് പറയുന്നത് എന്താണ്, വെജിറ്റബിൾസ് പ്ലാസ്റ്റിക് ബാഗ്സിലൊക്കെ നമുക്ക് വെക്കുകയാണെങ്കിൽ ഇവാപ്പറേഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ നമ്മുടെ റെഫ്രിജറേഷനിൽ വെക്കുമ്പോഴാണ് കേട്ടോ, അല്ലാണ്ട് റൂമിലൊക്കെ നമ്മൾ അതിനെ ഇത് ചെയ്ത് വെക്കാൻ പാടില്ല, കവറിലിട്ട് വെക്കാൻ പാടില്ല. അല്ലാണ്ട് നമ്മൾ ഇതിന് എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ കവർ ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ ഫ്രൂട്ട്സിനെ വാഷ് ചെയ്തിട്ട് ഒരിക്കലും സൂക്ഷിക്കാൻ വെക്കരുത്, സ്റ്റോർ ചെയ്യാൻ വെക്കരുത്. കാരണം വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ്, അവയ്ക്കകത്ത് സ്പോയിലേജും വേഗം നടക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഫ്രൂട്ട്സ്, നമ്മുടെ ആപ്പിൾ പോലുള്ള ഫ്രൂട്ട്സ്, ആപ്പിൾ ഓറഞ്ചൊക്കെ നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യാം. പക്ഷെ പപ്പായ, ബനാന, അതുപോലെ തന്നെ നമ്മുടെ അവക്കാഡോ, 4 ഉണ്ട് കേട്ടോ, പപ്പായ, ബനാന, അവക്കാഡോ, പൈനാപ്പിൾ, ഈ 4 ഫ്രൂട്ട്സ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റെഫ്രിജറേറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് പെരിഷബിളിനെ കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ സെമി പെരിഷബിളിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒനിയൻ, അല്ലെ, ഒനിയൻ നമ്മളിപ്പോൾ റെഫ്രിജറേറ്റ് ചെയ്തില്ലെങ്കിൽ അത് കുറച്ച് കാലമൊക്കെ നിൽക്കും. അതുപോലെ തന്നെ ഒനിയൻ, ഇത് ഇവിടെയാണ് കേട്ടോ എഴുതാൻ, പൊട്ടാറ്റോ, ഒനിയൻ, അതുപോലെ തന്നെ നമ്മുടെ പൊട്ടാറ്റോ എന്ന് പറയുന്ന ഫുഡ്, പിന്നെ അതുപോലുള്ള ചില ഫുഡ് ഐറ്റംസ് അവരൊന്നും അത്ര പെട്ടെന്നൊന്നും സ്പോയിൽ ചെയ്യില്ല. പ്രോപ്പറായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിലും പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിലും ഒക്കെ നമുക്കിതിനെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, വെർമിസെല്ലി, എന്താണ് നമ്മൾ പറയാം, സെമോലിന, നമ്മൾ റവ, അല്ലെ, ആ സാധനങ്ങളൊക്കെ, ബ്രോക്കൺ വീറ്റ്, അതിനൊക്കെ ഒരുപാട് മാസങ്ങൾ നമുക്ക് അതിനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. പിന്നെ നമ്മുടെ മത്തൻ, പംകിൻ, പിന്നെ ഇതിനകത്ത് വരുന്നതാണ് ആപ്പിളൊക്കെ 1-2 ദിവസത്തിലൊന്നും മോശമായി പോകില്ല. ആപ്പിള്, പിന്നെ നമ്മുടെ റൂട്ടായിട്ട് വരുന്നത് നമ്മുടെ ചേന, ചേമ്പ്, എന്താണ് നമ്മുടെ ചേന, ചേമ്പ്, അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ എന്താണ് കപ്പ, അതുപോലുള്ള സാധനങ്ങളൊക്കെ സെമി പെരിഷബിളിനകത്ത് വരും. ഓക്കെ, സെമി പെരിഷബിളിനകത്ത് വരും. ഇയർലി ഒന്നും നമുക്ക് വെക്കാൻ പറ്റില്ല, പക്ഷെ പെരിഷബിൾ ഫുഡ്സിനെ പോലെ പെട്ടെന്ന് മോശമാവുകയും ചെയ്യും. അതിനാണ് നമ്മൾ സെമി പെരിഷബിൾ എന്ന് പറയാം. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോസസ്ഡ് ആയിട്ടുള്ള ചില, നമ്മളിപ്പോൾ ആട്ടപ്പൊടിയൊക്കെ ഇല്ലേ, ഈ ആട്ടപ്പൊടിയൊക്കെ നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അതൊക്കെ നമ്മൾ സൂക്ഷിച്ചൊരു കണ്ടെയ്നറിനകത്ത് സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഓഫ് ഫ്ലേവേഴ്സും അതുപോലെ തന്നെ ഇൻസെക്ട്സ് ഒക്കെ വന്നിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഏതെടുത്താലും, ഇപ്പം നമ്മുടെ കപ്പ എടുത്താലും ഏതൊരു സാധനം എടുത്താലും ഇൻസെക്ട്സിൻ്റെ അറ്റാക്ക് ഇവിടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് അതിനെ, ഇപ്പോൾ ആട്ടപ്പൊടിയൊക്കെ ആണ് നമ്മൾ ആദ്യം അരിച്ച് നല്ല വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഒരു കണ്ടെയ്നറിനെടുത്ത് നമ്മളത് സൂക്ഷിച്ച് വെക്കുക. പിന്നെ ഇപ്പോൾ ഒനിയനും പൊട്ടറ്റോ ഒക്കെ ആണെങ്കിൽ നമ്മൾ കൂളായിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ വേണം നമ്മളെപ്പോഴും അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ തൂക്കിയിടുകയാണെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ ഏതാണ് കുക്കുംബറൊക്കെ നമ്മൾ തൂക്കിയിടും. ചില ഫുഡ് ഐറ്റംസ്, അതുപോലെ ഫുഡ് ഐറ്റംസ് അല്ല, ഇതുപോലെ വെജിറ്റബിൾ പോലുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ തൂക്കിയിടും. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസെക്ട്സിൻ്റെ അറ്റാക്കും വരില്ല, പിന്നെ അത് താഴെ തട്ടൂല്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്പോയിൽ ആവില്ല. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ആണല്ലോ. അതാണ് നമ്മൾ പറഞ്ഞ സെമി പെരിഷബിൾ. നോൺ പെരിഷബിൾ ആകുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ റൈസ്, വീറ്റ്, ഇതുപോലുള്ള സാധനങ്ങൾ നമുക്ക് വർഷങ്ങളോളം വെക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഓയിൽ സീഡ്സ്, നട്ട്സ്, ഹണി, ഷുഗർ, ജാഗറി, സോൾട്ട്, പിന്നെ ചില സ്പൈസസ് ലൈക്ക് നമ്മുടെ കുരുമുളക്, പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ അച്ചാറ് പോലുള്ള സാധനങ്ങൾ, ഡ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ്, ഇതൊക്കെ നമുക്ക് ഒരുപാട് കാലം വെക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ആണ്. അതിനാണ് നമ്മൾ നോൺ പെരിഷബിൾ ഫുഡ്സ് എന്ന് പറയാം. അതൊക്കെ നമ്മൾ എന്താണ് ക്ലീൻ ചെയ്തതിന് ശേഷം ക്ലീൻ ആയിട്ടുള്ള ഒരു സ്പേസിൽ നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു ഡ്രൈ ആയിട്ടുള്ള കൂളായിട്ടുള്ള ഒരു ഡാർക്ക് ഏരിയയിലാണ് ഈ നോൺ പെരിഷബിൾ ഫുഡ്സ് നമ്മളെപ്പോഴും സ്റ്റോർ ചെയ്യേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസെക്ട്സ് അതുപോലെ തന്നെ പെസ്റ്റിൻ്റെ ഒന്നും അറ്റാക്കിലാണ് നമ്മളെപ്പോഴും അതിനെ സൂക്ഷിക്കുക. പിന്നെ ഇതിന് എന്താണ്, പിന്നെ നമുക്കിതിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഹാൻഡ്ലിങ്ങിലോ സ്റ്റോറേജിലോ പ്രശ്നം വന്നാൽ ഇത് സ്പോയിലായി പോകും. അല്ലാണ്ട് നമുക്കിതിന് സ്പോയിലേജിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. മാസങ്ങളോളം വർഷങ്ങളോളം നമുക്കിതിനെ കൃത്യമായി സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ടോപ്പിക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ.
സോ താങ്ക് യു. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.